നമുക്കും കുറെ സാധനങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ ഒരാളെ കൂടെ ആകുമ്പോ അവരേതായി പോവും. ശരിക്ക് നമ്മള് കമ്പോസ് ചെയ്ത് ഇൻഷാല്ലാ കുറച്ചായിട്ട് ഇനി ഒരു ഇന്റർവ്യൂ ഉണ്ടാകുമ്പോ എന്താ കുറച്ച് ഇനി സ്റ്റേജ് പാടാൻ പോകുന്നൊക്കെ ശരിക്കും ഞങ്ങള് ചെയ്യുന്ന പാട്ടുകള്. അല്ലാതെ ഇപ്പൊ എന്താ പറയാ ഒരു കവർ സോങ് ചെയ്യാമോ അവര് പാടി വെച്ചതാണ് നിങ്ങൾ പാടുന്നത്. പക്ഷെ കവർ സോങ് നമ്മൾ ഒരിക്കലും കാണാറില്ല. കാരണം കവർ സോങ്ങിലാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കവർ സോങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് റീച്ച് കിട്ടും. ഇപ്പൊ ഏത് സോങ് ആയാലും ഇപ്പൊ ഞാൻ പച്ചപ്പരിഷ്കാരി ഏത് സമയത്ത് തന്നെ എന്താ പറയാ പറഞ്ഞ തിരുമാലി കേട്ടിട്ട് പ്രശ്നമാണ്. തിരുമാലി കണ്ടിട്ട് അഡ്വൈസറും കണ്ടിരുന്നു. ഇവരെല്ലാം കൂടിയാണ് കൊളാബ് ചെയ്ത് ഇറക്കിയ. തിരുമാലി അഡ്വൈസറും കൂടിയാണ് ഈ പാട്ട് ചെയ്തത്. അപ്പൊ അത് റീൽ ചെയ്ത് പെട്ടെന്നാണ് ഈ പാട്ട് പാടണം തോന്നി. അയച്ചാൽ എന്റെ വോയിസ് ഭയങ്കര ആപ്റ്റായ പാട്ട്. അന്ന് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അലിഷ നിമ്രാന്ന് പറഞ്ഞിട്ട്. ഓള് ഞാനും കൂടി ഒരു ഇനാഗ്രേഷൻ പോകുന്ന സമയത്താണ്. ഓള് ഇൻഫ്ലുവൻസർ ആണ്, ഓള് ഫാഷൻ മോഡലാണ്. അപ്പൊ ഞാനോടും കൂടി ഒരു ഇനാഗ്രേഷൻ പോകുന്ന സമയത്താണ് ഈ പാട്ട് എന്നോട് അലിഷ ജസ്റ്റ് ഒന്ന് പാടോ. അന്ന് വെറുതെ കാറിലിരുന്ന് പാടി. അത് പാടി ഇത് പോസ്റ്റ് ചെയ്ത് ഇത് പോയ പോക്ക് ഞാൻ കാണിച്ചില്ല. 5.2 മില്യൺ ഇപ്പൊ ഇൻസ്റ്റയിലില്ല. തീരുമാനിക്ക് അത്ര ഇല്ല, അത്രേ ഉള്ളൂ. അത് യൂട്യൂബിൽ ഇട്ടിച്ചു. പക്ഷെ ആൾക്കാർക്ക് അറിയാം, അതെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളത് വേറെ രീതി ചെയ്യുമ്പോ ആൾക്കാർ ഏറ്റെടുത്ത് അങ്ങനെ ഫുള്ള് പോയി.